ഒരു കാട്ടാട് അതാ ഓടിപ്പോകുന്നു. ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുക. ഇത് ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഞാനിപ്പോൾ രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേക്കുന്നത്. അക്കുന് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ രാവിലെ ട്യൂഷൻ. മിക്കവാറും ദിവസങ്ങളിൽ 5:30 മുതൽ 7:30 വരെയാണ്. അതുകൊണ്ട് രാവിലെ ആർക്കും നേരത്തെ പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് അടുക്കളയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ രാവിലെ തേങ്ങ ചിരണ്ടുന്നത് ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ട്, ചായ മനസ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ തലേദിവസത്തെ കുറച്ച് ചിക്കൻ പാഴ്സ് ഫ്രൈ ചെയ്തത് ഇരിപ്പുണ്ട്. പിന്നെ ചെമ്മീൻ കറിയും ഇരിപ്പുണ്ട് കേട്ടോ, തലേദിവസത്തെയാണ്. ഇത് രണ്ടും ഒന്ന് ചൂടാക്കുകയും തിളപ്പിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ചായ മനസ തോരൻ വെക്കുന്നതേ ഉള്ളൂ ഉച്ചക്കത്തേക്ക്. ചോറിന് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ രാവിലത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കി. ബാജിക്കറി വെക്കാമെന്ന് വിചാരിച്ച ആദ്യം ബാജിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിലും പിന്നെ ഞാൻ പ്ലാനൊക്കെ മാറ്റിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കറിയാട്ടോ വെച്ചത്. അതാകുമ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഇഷ്ടമാണ്. ചായ മനസ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചതയ്ക്കാൻ എടുത്തു കേട്ടോ. പെരിഞ്ചീരകവും ചെറിയുള്ളിയും ഒരു ഉണ്ടമുളകും കൂടെ, കർണംപൊട്ടി മുളകാണ്, അതും കൂടെ ഒന്ന് ചതച്ചിട്ടാണ് കടുകൊക്കെ പൊട്ടിച്ച് ചീരത്തോരൻ വെക്കുന്നത്. ചായ മനസയിൽ മാത്രമേ ഞാനിങ്ങനെ പെരിഞ്ചീരകം എടുത്തുള്ളൂ കേട്ടോ. വേറെ ചീരയിലൊന്നും പെരിഞ്ചീരകം ഇട്ട് വെച്ചാൽ കൊള്ളത്തില്ല. ചായ മനസയിൽ ഒരു നുള്ളു പെരിഞ്ചീരകം, അധികമായി പോകരുത്, ഒരു നുള്ളു പെരിഞ്ചീരകവും കൂടെ ചതച്ച് ചേർത്തിട്ട് തോരൻ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറൊക്കെ വെന്തു വാർത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്കറൊക്കെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുവാണ്. എന്നും ഇതുപോലെ ചോറ് വാർത്തതിന് ശേഷം ഇതുപോലെ തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് വാർത്ത ചോറ് എടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കും. അന്നേരം ഉച്ചയാകുമ്പോൾ നല്ല ചൂടോടെ തന്നെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴും ചെറിയൊരു ഇളം ചൂടുണ്ടാവും, അങ്ങനെ വല്ലാതെ തണുത്തൊന്നും പോകത്തില്ല. ഇത് കഴുകാനൊന്നും പാടില്ല, ഇതിങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു റിങ് ഉണ്ടല്ലോ, അത് പോകാതെ കളഞ്ഞു പോകാതെ സൂക്ഷിച്ച് വെക്കേണ്ട സാധനം കേട്ടോ. പിന്നെ തെർമൽ റൈസ് കുക്കറെന്നും പറയും, ഞാൻ റൈസ് കുക്കറെന്ന് കേട്ടോ കൂടുതലും പറയുന്നത്. ഞാൻ തണുപ്പുള്ള സമയത്തൊക്കെ അരി അരച്ചിട്ട് ഈ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നത്. വേറെ നമുക്ക് വീട്ടിൽ പഴയ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പഴയ റൈസ് കുക്കർ എടുക്കാം. ഞാനിപ്പം ഈ ഒരു റൈസ് കുക്കർ തന്നെ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും ഇത് തന്നെ കേട്ടോ എടുക്കുന്നത്. അരി അരച്ച് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. തണുപ്പ് കാലത്ത് മാവ് പൊങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അന്നേരം ഈ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും. പിന്നെ പഴുക്കാത്ത പഴം, ആത്തച്ചക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, മാങ്ങയൊക്കെ ആണെങ്കിലും അതൊക്കെ ഇതുപോലെ റൈസ് കുക്കറിൽ ഒരു രാത്രി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പഴുത്തൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വൈക്കോലും പിന്നെ പുക ഇട്ടിട്ടും പിന്നെ അരിയിലിട്ടിട്ടും ഒക്കെ അല്ലേ ഓരോന്നൊക്കെ പഴുപ്പിച്ചൊക്കെ എടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പം പഴുപ്പിച്ചെടുക്കാൻ പറ്റും. ചില സമയത്ത് തൈര് ഉറയൊഴിച്ച് വെച്ചാൽ ഒരു പുളിപ്പ് വരത്തില്ല. അന്നേരം ഞാനിതുപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് തൈരൊക്കെ നമുക്ക് കറി വെക്കാൻ പാകത്തിനുള്ള പുളിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ പുട്ടൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു തണുത്ത് മരച്ച പോലൊക്കെ ഇരിക്കത്തില്ലേ. പുട്ടൊക്കെ രാവിലെ ചൂടോടെ തന്നെ ഇതിനകത്ത് ഇറക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തണുത്ത് മരച്ചൊന്നും ഇരിക്കത്തില്ല കേട്ടോ. പിന്നെ കടലയോ പയറോ ഒക്കെ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ റൈസ് കുക്കറിലേക്ക് 1 മണിക്കൂർ ഇറക്കി വെക്കുവേ. അന്നേരവും പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നമ്മൾ രാത്രിയിലൊക്കെ കുതിർത്ത് പിറ്റേ ദിവസം കറി വെക്കുന്ന പോലെ തന്നെ ആയി കിട്ടും. അടുപ്പിൽ ചോറ് വെച്ച് കഴിച്ച് ശീലമായവർക്ക് റൈസ് കുക്കറിൽ ചോറ് വെച്ച് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലൊക്കെ തോന്നും. പിന്നെ ശീലമായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ വീട്ടിലും ഇപ്പം അടുപ്പൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പം നമ്മൾ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നത്. നമ്മൾ റൈസ് കുക്കറിൽ ഇങ്ങനെ വേറെ ചോറ് വെക്കുന്നതല്ലാതെ വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് റൈസ് കുക്കർ അഴുക്കായി പോകത്തൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 8 വർഷമായി ഉപയോഗിക്കുന്ന റൈസ് കുക്കറാണ് ഇത്. ഇതിന് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം നന്നായിട്ട് തുടച്ചും വൃത്തിയാക്കിയിട്ടുമൊക്കെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ചൂടാറിപ്പോകണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇറക്കി വെക്കും. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെയാണെങ്കിലും ഇതിനകത്ത് ഞാൻ ഇറക്കി വെക്കുവേ, ചൂടാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാസറോളിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കുന്നതിനേക്കാളും ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് വെക്കുമ്പം കാസറോളിൽ വെക്കുന്നതിനേക്കാളും ചൂട് നിൽക്കുന്നുണ്ട്. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഏകദേശം പണികളൊക്കെ ഒതുക്കിയിട്ട് കുഞ്ഞിപ്പെണ്ണിന് ഇന്നിപ്പോൾ PTA മീറ്റിംഗ് ഉണ്ട് സ്കൂളിൽ. 10 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് പോകണം. കുഞ്ഞിപ്പെണ്ണിന് ഒരു 9:10 ആയപ്പോൾ ബസ്സിന് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ സ്കൂളിലേക്ക് പോയത്. PTA മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോരാൻ ഇറങ്ങിയപ്പോൾ അവൾക്കും എൻ്റെ കൂടെ പോരണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലും വഴക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ടീച്ചർ സമാധാനിപ്പിച്ച് എടുത്തുകൊണ്ടൊക്കെ രാവിലെ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയും പാത്രം കഴുകുകയും അകത്തെ പണികളെല്ലാം ഒരുമാതിരി തീർത്തേച്ചാണ് ഞാൻ PTA മീറ്റിങ്ങിന് പോയത്. പക്ഷേ കോഴിക്ക് തീറ്റയും വെള്ളമൊന്നും കൊടുക്കാൻ നേരം കിട്ടിയില്ലായിരുന്നേ. വന്ന പാടെ അവർക്ക് തീറ്റ കൊടുത്തു. ശകലം തീറ്റ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ തിന്ന് തീർക്കട്ടെ, എന്നിട്ട് വന്നിട്ട് കൊടുക്കാമെന്ന്.
ഇന്നിപ്പോൾ നല്ല വെയിലായിരുന്നേ, അതുകൊണ്ട് ഉച്ചയായപ്പം PT മീറ്റിങ്ങും കഴിഞ്ഞ് വന്ന പാടെ ഞാൻ തുണികളൊക്കെ എടുത്തു. അല്ല വെയിലത്ത് കിടന്ന് തുണികളൊക്കെ അങ്ങ് നരച്ചു പോകുകയല്ലേ. പിന്നെ താഴെ കുറച്ച് കൈക്കിള തുണികളൊക്കെ ഞാൻ ആസ്പെറ്റോസേ കൂടെ വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്ലേ വെച്ച് അലക്കാനുള്ള കുറച്ച് തുണികളുണ്ട്, അതും കൂടെ അലക്കി വിരിച്ചിടണം. ചേട്ടായി എന്നും വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്നിട്ട് 2-3 ദിവസമായിട്ട് മണ്ണൊരുക്കലാട്ടോ, കുറച്ച് പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചോ അമ്മേ? ചായ കുടിച്ചോ? രണ്ട് മൂന്ന് ദിവസമായിട്ട് മണ്ണൊക്കെ കിളച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുമായിരുന്നേ. പിന്നെ കുറച്ച് കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് കത്തിച്ച് അതിൻ്റെ ചാരവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പച്ചക്കറിയൊക്കെ നട്ടത്. കോളിഫ്ലവറും പിന്നെ ഒരു തക്കാളി ഉണ്ടല്ലേ ഇതിനകത്ത്, 2 ഉണ്ടോ? പിന്നെ വഴുതന, ഒരു പുതിയ സാധനം ഉണ്ട് കേട്ടോ, നമ്മളിതുവരെ നട്ടിട്ടില്ലാത്തൊരു സാധനം, ജർജീർ ഇലയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അങ്ങനെ തോന്നുന്നു സാലഡിലൊക്കെ ചേർക്കുന്നത്. പിന്നെ ചൈനീസ് ക്യാബേജ്, അതൊന്നും നമ്മളിതുവരെ നട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വെറൈറ്റി 2-3 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ നമ്മൾ ഫാമിൽ നിന്ന് മേടിക്കുന്നതാണ്. ഫാമിൽ നിന്ന് മേടിക്കുന്ന തൈകൾ അങ്ങനെ എല്ലാം കായ്ക്കുന്നതും നല്ല തൈകളും ഒക്കെ ആയിരിക്കും. വിത്തുകളൊക്കെ നമ്മളിവിടെ നട്ട് വളർത്തിയ തൈകളുടെയൊക്കെ കൂടുതലും എടുത്ത് വെച്ചിട്ട് അങ്ങനെ നടും. അല്ലാതെ മേടിക്കുന്നത് കൊണ്ട് കൂടുതലും നമ്മൾ നട്ട് വളർത്തിയ തൈകളുടെയാണ് എടുക്കുന്നത്. ഇന്നലെ എല്ലാം നട്ടു, ഇനിയിപ്പോൾ എന്നും നനച്ച് കൊടുക്കണം. ഇപ്പുറത്തെ സൈഡിൽ പച്ചമുളക് നട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ കുറച്ച് ബീൻസ് നട്ടിട്ടുണ്ട്, അതൊക്കെ മുളച്ച് വന്നു. ഇവിടെ കുമ്പളങ്ങ ആയി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പച്ചക്കറി അരിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടിട്ടതാണ്, ഈ വെണ്ടയുടെ ചോട്ടിൽ തന്നെ ആയതാണ്. ഇവിടെ ഒരു കറിവേപ്പുണ്ട്, അതിൻ്റെ ചുറ്റിനും മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തു. ഈ മുളക് തൈക്ക് ഒരു താങ്ങിന് ഒരു കമ്പൊക്കെ നാട്ടി, പിന്നെ കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തു. ചുട്ട കാപ്പിക്കുരുവോ? ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ വല്യമ്മച്ചി ഉണ്ടാക്കുന്നൊരു വറകഷായമാണ്. 1 ഗ്ലാസ് വെള്ളത്തിനുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. 1 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തേക്കുന്നതാണ്. ആദ്യം ഇഞ്ചി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കടുകും ഉലുവായും ജീരകവും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ടത്. പൊട്ടുന്ന പരുവത്തിന് മൂപ്പിക്കണം. കടുക് പൊട്ടുമല്ലോ, അതാട്ടോ മൂപ്പ് കണക്കാന്നുള്ളത് മനസ്സിലാവുന്ന ഒരു പരുവമെന്ന് പറഞ്ഞാൽ. ഇഞ്ചി ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ വെള്ള നനവൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുക, അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉലുവായും കടുകും ജീരകമൊക്കെ ഇട്ടു. ഇനി ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ കടുകൊക്കെ പുറത്തേക്ക് തെറിച്ച് പോവുകയില്ല. അതുകൊണ്ട് പൊട്ടുന്ന സമയമാകുമ്പോൾ അടച്ചു വെക്കണം. ചെറിയ തീ തന്നെ വെക്കണേ, തീ കൂട്ടി വെക്കല്ലേ. ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, അടച്ചു വെക്കുക. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് 1/2 ഗ്ലാസ്സായിട്ട് തിളപ്പിച്ച് പറ്റിച്ച് എടുക്കണം. എന്നിട്ട് അരിച്ച് കുടിക്കുക ചെയ്യേണ്ടത്. ഇനി നന്നായിട്ട് തിളച്ച് പറ്റി വരട്ടെ. ഞാൻ ആ കഷായം അരിച്ച് 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും കഷായം ഉണ്ടാകുന്നത്. ഇത് കുടിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഒരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ മാറി കിട്ടും. കണ്ട് നല്ല ഒരു മരുന്നാണ്. ഇത് കുടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. കുടിക്കാൻ പറ്റാത്ത കയ്പോ അങ്ങനെ അഴുക്ക് രുചിയോ ഒന്നും ഉള്ളതല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.